Hi, all is me Tim Doctor from 2053. അപ്പോൾ എല്ലാവരും റീല് കണ്ടിട്ടുണ്ടാവും. അതായത് വെറും 75,000 റുപ്പീസിന് ഒരു 75,000 റുപ്യക്ക് നമ്മൾ 4 രാജ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, നമുക്കിത് ഒറ്റക്കാണെങ്കിൽ സോളോ ട്രിപ്പ് ആണെങ്കിൽ ഒരിക്കലും 75,000 ഈ 4 കൺട്രീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ റൂം റെന്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഷെയർ ടാക്സീസ് അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ആൾക്കാർ പോകുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുണ്ട്. സോ ഞാൻ പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക, അതിനുശേഷം മലേഷ്യ, വിയറ്റ്നാം, പിന്നെ തായ്ലൻഡ്. അങ്ങനെ ആയിരുന്നു എൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ വിയറ്റ്നാം ഒഴിച്ച് ബാക്കി ഒരു രാജ്യങ്ങളിലും ആസ് ഓഫ് നൗ ഇന്ത്യൻസിന് വിസ വേണ്ട. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഞാൻ പോയ രാജ്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രിപ്പിൽ ഫസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ എന്ന് പറയുമ്പോൾ ആസ് ഓഫ് നൗ ഇന്ത്യൻ സിറ്റിസൻസിന് ജസ്റ്റ് അവിടത്തേക്കുള്ള, അതായത് നമ്മൾ പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പ് ജസ്റ്റ് ഒരു പ്രീ അറൈവൽ രജിസ്ട്രേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതല്ലാതെ നമുക്ക് വിസ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ശ്രീലങ്കയിലേക്ക് വേണം. ഇന്ന് തായ്ലൻഡ് അതുപോലെ തന്നെ മലേഷ്യയിലേക്കുള്ള ആണെങ്കിലും നമുക്ക് തായ്ലൻഡിൽ TDAC എന്ന് പറയുന്നൊരു സംഭവം വരുന്നു, തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇനി മലേഷ്യയിലേക്കാണെങ്കിൽ MDAC എന്ന് പറയും, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയും. സോ അതിനൊക്കെ നമുക്ക് എന്താ പറയുക, ഇന്ത്യൻസിന് നമുക്ക് കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആകപ്പാട് ചിലവ് വന്നത് വിയറ്റ്നാം വിസയിലാണ്. അത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 2,300 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ് വിയറ്റ്നാം വിസ. ആൻഡ് ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 5 to 7 days ആണ് നമുക്ക് വിയറ്റ്നാം വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുത്തത്. സോ എൻ്റെ യാത്ര ആക്ച്വലി ആരംഭിക്കുന്നത് ജനുവരി 28 ബുധനാഴ്ച നമ്മളെ കണ്ണൂരിൽ നിന്ന് 16 ഗ്രൂപ്പ് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. അന്ന് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ മെയിൻ റണ്ണാണ്, ഇനോഗ്രൽ റണ്ണല്ല, നമ്മൾ കൊമേഴ്ഷ്യൽ റണ്ണാണ്, ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റണ്ണാണ്. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2:30 സമയമാകുമ്പോഴത്തേക്കിന് ഏകദേശം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നമ്മൾ നേരെ യൂബർ എടുത്തിട്ട് നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ ഏകദേശം 1.5 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ഹോട്ടൽ, അണ്ണാ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ പോയിട്ട് സ്റ്റേ അടിച്ചത്. എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് ഡേ നമുക്ക് ജനുവരി 29 രാവിലെ 10:15 ശ്രീലങ്കൻ എയർലൈൻസിനാണ് നമ്മൾ കൊച്ചി ടു കൊളംബോ യാത്ര. അവരുടെ ടൈം എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ജേർണി ടൈം എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റാണ് സ്കെഡ്യൂൾഡ് ടൈം എന്ന് പറയുമ്പോൾ. ബട്ട് നമുക്ക് ഫ്ലൈയിങ് അവേഴ്സ് ആയിട്ട് എടുത്തത് വെറും 14 മിനിറ്റ്സ് ആണ്. മാത്രമല്ല, ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയൊരു ഫ്ലൈറ്റും കൂടിയാണ് ഈ ഒരു ശ്രീലങ്കൻ എയർലൈൻസ് എന്ന് പറയുമ്പോൾ. അവരുടെ ഓവറോൾ സർവീസ്, അവരുടെ ഫുഡ്, അവരുടെ ടൈമിങ്, അവരുടെ കസ്റ്റമർ സർവീസ് എല്ലാം കൊണ്ടും ശ്രീലങ്കൻ എയർലൈൻസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ദാറ്റ് ഐ എവർ ട്രാവൽ എന്ന് ഞാൻ പറയും. മാത്രമല്ല, ശ്രീലങ്ക എന്ന് പറയുന്ന ഈ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യനെ പോലെ തന്നെ അത്യാവശ്യം വളരെ ചീപ്പായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് നമുക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മധുരയിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് 55 മിനിറ്റാണ് സ്കെഡ്യൂൾ ടൈം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ശ്രീലങ്കയിലേക്ക്. നമ്മൾ ഓപ്റ്റ് ചെയ്തത് കൊച്ചി ടു കൊളംബോ, എന്നിട്ട് കൊളംബോയിൽ നമ്മൾ മലേഷ്യയിലേക്ക്, കോലാലംപൂറിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആക്ച്വലി ശ്രീലങ്കയിൽ നമ്മൾ ലോങ് ട്രാൻസിറ്റാണ്, ആ തരത്തിലുള്ള ഒരു ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തത്. അതായത് നമ്മൾ ഇവിടുന്ന് 10:15 വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 11:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊളംബോ ശ്രീലങ്കയിലേക്ക് എത്തും. ശ്രീലങ്ക എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ അടുത്ത് നെഗംബോ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയയിലാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ റൂമിന് എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ് 3,500 ശ്രീലങ്കൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 ഇന്ത്യൻ റുപ്പീസ് അത്രേ വന്നിട്ടുള്ളൂ. നമുക്ക് 4 ആൾക്ക് കൂടിയിട്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടാവും എയർപോർട്ട് ഏരിയയിൽ, നെഗംബോ ഏരിയയിൽ. അങ്ങനെ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് ജനുവരി 30 ഏർലി മോർണിംഗ് 1 മണി 1:15 നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് കോലാലംപൂരിലേക്ക്. അപ്രോക്സിമേറ്റ് 3 to 3.5 hours കോലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റ്. സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക എന്ന് പറയുന്നത് വളരെ ചെറിയ കൺട്രിയാണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല അത്ര ചെറിയ സമയം കൊണ്ട് മുഴുവൻ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു 15 അല്ലെങ്കിൽ ഒരു 12 hours കൊണ്ട് നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റിനറിയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒന്ന് ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയിലാണ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേർണി നമ്മുടെ ലോകത്തിൽ തന്നെ. അതായത് നമുക്ക് കോസ്റ്റൽ റൂട്ട് എന്ന് പറയും, ഇന്ത്യൻ ഓഷ്യൻ്റെ അടുത്തേക്ക് കൂടി നമുക്ക് ഒരു ട്രെയിൻ യാത്ര നടത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് കൊളംബോ, ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോന്ന് ബംഗ്ലപേഡിയ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിലേക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിന്
അപ്രോക്സിമേറ്റ് ഐ ഗസ് 20 ശ്രീലങ്കൻ റുപ്പീസ്, അതായത് ഏകദേശം 6 ഇന്ത്യൻ റുപ്പീസ് ആണ് അതിൻ്റെ ആപ്പാട് വന്ന് ചിലവ്. ഇത്രയും ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റും ഇത്ര അടിപൊളി ട്രെയിൻ റൂട്ട്. സോ ശ്രീലങ്കയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റൽ ട്രെയിൻ റൂട്ട് തന്നെയാണ്. പിന്നെ ശ്രീലങ്ക എന്ന് പറയുന്നത് എൻ്റെ 7ാമത്തെ കൺട്രിയാണ്. ഞാൻ ഈ ഒരു ഓഗസ്റ്റ് മുതൽ ഈ ഒരു മാർച്ചിൻ്റെ ഇടയിൽ ഞാൻ വിസിറ്റ് ചെയ്തത് 10 കൺട്രീസാണ്. അതിൽ 7ാമത്തെ കൺട്രിയാണ് ഈ പറയുന്ന ശ്രീലങ്ക എന്ന് പറയുന്നത്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നേപ്പാൾ, അതിനുശേഷം നേരെ ഉസ്ബെക്കിസ്ഥാൻ പോയി, പിന്നെ നമ്മളെ കസക്കിസ്ഥാൻ, അസർബൈജാൻ, ഭൂട്ടാൻ, അതിനുശേഷം 7ാമത്തെ കൺട്രിയാണ് ഈ ഒരു ശ്രീലങ്ക എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വർത്ത് ഓഫ് വിസിറ്റ്. കാരണം അതിൻ്റെ എന്താ പറയുക, ശ്രീലങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ഒരു മിക്സ്ഡ് കൾച്ചറായിട്ട് നമുക്ക് തോന്നും. അവിടെ യൂസ് ചെയ്യുന്ന 2 ഭാഷകളാണ്. ഒന്നെന്ന് പറയുമ്പോൾ സിൻഹള എന്ന് പറയും, പിന്നെ ശ്രീലങ്കൻ തമിഴ്. ഈ 2 ഭാഷകളാണ് നമുക്ക് ശ്രീലങ്കയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് യൂബർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ പിക്മി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ആ ഒരു പിക്മി എന്ന് പറയുന്ന ആപ്പിലൂടെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ മറ്റു ചില സൈറ്റ് സീയിങ്ങിന് പോയത്. അതുപോലെ തന്നെ അവിടെ പേട്ട എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. കൊളംബോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ആ പേട്ട മാർക്കറ്റിൽ തന്നെയാണ് അവിടെ കാണുന്ന റെഡ് മോസ്ക് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മസ്ജിദ്. അവിടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പേട്ട മാർക്കറ്റിൽ പോയി അവിടെ ചില സുവനിയർ ഐറ്റംസ്, അതായത് ശ്രീലങ്കൻ്റെ നമുക്ക് കീ ചെയിൻ, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമ്മൾ ഇന്ത്യൻ്റെ അത്ര ചീപ്പല്ലെങ്കിലും സുവനിയർ ഒരു ഏകദേശം 70-80 റുപ്പീസിനുള്ള നല്ല മാഗ്നറ്റ് കിട്ടും. കാരണം നമ്മളിപ്പോൾ രാജസ്ഥാനിൽ ഞാൻ ഇഷ്ടംപോലെ തവണ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നറ്റ്സ് 30 രൂപയ്ക്ക്, ഈവൻ ബാർഗൈൻ ചെയ്ത് ചിലപ്പോൾ 20 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷെ അത്രയും നമുക്ക് ചീപ്പായി കിട്ടൂല. അപ്രോക്സിമേറ്റ്ലി 70-80 രൂപയ്ക്ക് നല്ല അടിപൊളി കൊളംബോൻ്റെത്, ഗാലെ, ജാഫ്ന, ട്രിങ്കോമാലി, അതിൻ്റെ മാഗ്നറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും ശ്രീലങ്കയിൽ പോയിട്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെൽക്കമിങ് ആണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ അവിടെ സ്റ്റേ അടിച്ച നെഗംബോയിലുള്ള ആ ഒരു വീട് അതായത് ഒരു ശ്രീലങ്കക്കാരൻ നടത്തുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2-3 റൂമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ പെരുമാറ്റമായാലും അവർ നമുക്ക് തന്ന വെൽക്കം ഡ്രിങ്ക് ഒരു ഇതിൻ്റെ മറ്റേ ആപ്രിക്കോട്ടിൻ്റെ ഒരു ഡ്രിങ്കിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ശ്രീലങ്കയിൽ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 4-5 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ വൺഗാലെ വേൾഡ് മാൾ എന്ന് പറയുന്ന വൺഗാലെ ഫേസ് വേൾഡ് മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളുണ്ട്. ഒരു കൊളംബോ സിറ്റിയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മാളാണ്. അവിടെ പോയി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ എത്തിയോടെ ഭക്ഷണം കഴിക്കാൻ ഇതാക്കാനൊന്നും വന്നിട്ടില്ല. അങ്ങനെ നേരെ പോയിട്ട് നമ്മൾ KFC കഴിച്ചാലും നമുക്ക് 4 ആൾ കൂടിയിട്ട് ഏകദേശം 6,000 മീൻസ് ഇന്ത്യൻ റുപ്പീസ് അല്ല, 6,000 ശ്രീലങ്കൻ റുപ്പീസാണ് ഏകദേശം ആയത്. പിന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബീച്ച് വരുന്നത്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ബീച്ചിൽ പോയിട്ട് നമ്മൾ കുറേ സമയം ചെലവഴിച്ചു. അവിടെ വല്ലവട്ട എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. വല്ലവട്ട അതന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. അതിലൊരു റെയിൽവേ റൂട്ടാണ് കൊളംബോ, വല്ലവട്ട, കമ്പലപ്പിടി ആ ഒരു റൂട്ട്. അപ്പോൾ അവിടെ പോയി കുറേ സമയം ഇരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഓട്ടോക്കാരനെ പരിചയപ്പെട്ടു. അവിടെ ടുക്ടുക്ക് ഓടിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടു. അയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോയി. കൊളംബോ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം അടുത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് ടുക്ടുക്ക് കയറാൻ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിയും കൊണ്ടാണ് നമ്മൾ അത് ശരിക്കും ഓപ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ അങ്ങനെയുള്ളൂ. നമുക്ക് 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ട് തന്നെ പോകുക. നമുക്ക് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊരു ടുക്ടുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ അതിലേക്ക് കയറി. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് അവിടുത്തെ ചില ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഏകദേശം രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നമ്മളെ നെഗംബോ ഏരിയയിലേക്ക്, അതായത് നമ്മളെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ അവിടുന്ന് അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുത്തെ ശ്രീലങ്കൻ സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ട്. അത് വളരെ ചീപ്പാണ്. നമുക്ക് 300 ഇന്ത്യൻ റുപ്പീസിന് നമുക്ക് 4 ആൾക്ക് കഴിക്കാനുള്ള, 4 ആൾ കഴിച്ചിട്ടും ബാക്കിയില്ല, അത്രയും മാത്രം ക്വാണ്ടിറ്റി ഉള്ള നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതായത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചായൻ്റെ ഓർഡർ ചെയ്ത് അത്ര പൈസ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞത് ശ്രീലങ്കയിൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ചീപ്പ്. നമ്മളെ ഇന്ത്യൻ്റെ ഏകദേശം ഒരു എക്സ്പെൻസ് നമുക്ക് ആയിട്ടുള്ളൂ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 10 മണി ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ബന്ദർനായിക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ കൊളംബോയിലുള്ള എയർപോർട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തി. അവിടുന്ന് നമ്മൾ
നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷനിൽ നല്ല ഇറങ്ങുന്നുണ്ട്, കാരണം ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. ശ്രീലങ്കയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഡെയിലി നമുക്ക് അവിടുന്ന് കൊളംബോന്ന് ഇവിടത്തേക്കില്ല, നമുക്ക് കാൻബറ സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മലേഷ്യയിലേക്ക് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. അവർ ഇഷ്ടംപോലെ, അതായത് നല്ല രീതിയിൽ എന്താ ചെയ്യുക, ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ആണ്. നമ്മളെ പോലെ തന്നെ ശ്രീലങ്കയിൽ 15 hours അല്ലെങ്കിൽ 12 hours ഒക്കെ ട്രാൻസിറ്റ് എടുത്തിട്ട് മലേഷ്യയിലേക്ക്, അതുപോലെ തന്നെ ബാങ്കോക്ക് തായ്ലൻഡിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ ട്രാവലേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് 1:15 ആ ഒരു ശ്രീലങ്കൻ എയർലൈൻസിന് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോലാലംപൂർ, മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിലേക്ക് നമ്മൾ യാത്ര ആരംഭിച്ചു. സോ നമുക്ക് ഈ ഒരു കൊച്ചി ടു കൊളംബോ, അതുപോലെ തന്നെ കൊളംബോ ടു കോലാലംപൂർ, ഈ 2 ഫ്ലൈറ്റിന് കൂടിയിട്ട് അതിൽ നമുക്ക് കൊളംബോ ടു കോലാലംപൂർ എന്ന് പറയുന്നത് ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആണ്. നല്ല അടിപൊളി ഡിന്നർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ നമുക്ക് ചെറിയൊരു സ്നാക്കും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊച്ചി ടു കൊളംബോ എന്ന് പറയുമ്പോൾ. ഈ 2 ഫ്ലൈറ്റിനും കൂടിയിട്ട് നമുക്ക് ഏകദേശം ചിലവ് വന്നത് 9,800 രൂപയാണ്. നമ്മൾ ഒരു മാസം കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്. ആൻഡ് ഈ ഒരു പൈസക്ക് നമുക്ക് 2 ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ 75,000 rupees എന്നുള്ള ഒരു ഫിഗറിൽ നമുക്ക് 4 countries, അത് നമുക്ക് 3 star ഹോട്ടൽസ് നമുക്ക് ചില ഏരിയയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റിന് വളരെ ചീപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ജനുവരി 30 ഏർലി മോർണിംഗ് ഏകദേശം 6:45 ആ സമയമാകുമ്പോഴത്തേക്ക് കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. സോ എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്പീഡ് ടൈം ട്രാവലർ ഫ്രം 2053 സൈൻ ഓഫ്.